ഗുഡ് മോർണിംഗ് ഓൾ. അപ്പോൾ നമ്മൾ റെഡി ആയിട്ട് പോകാൻ പോകുന്ന ചേച്ചിയുടെ മന്ത്രകോടി സാരിയും പപ്പയുടെ അമ്മയുടെ വെഡ്ഡിങ് സാരിയും ഡ്രസ്സുകളെല്ലാം അതുപോലെ ആൻറ്റിമാർക്ക് വേണ്ട സാരിയൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ വലിയ വ്ലോഗ് വരാൻ ലേറ്റ് ആയതിന് ആദ്യം തന്നെ ക്ഷമ ചോദിക്കുകയാണ് എല്ലാവരോടും. അപ്പോൾ നമ്മൾ റെഡിയായി കഴിഞ്ഞേക്കാണ്. ഇനി നമുക്ക് പോത്തീസിലേക്ക് പോകാം. അപ്പോൾ കുറച്ച് ഡിലേ ഉണ്ട്, അവരെത്താൻ ഒരു 10 മിനിറ്റ് ലേറ്റ് ആകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതും കൂടി കഴിഞ്ഞിട്ട് അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് നേരം ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കുന്നത്. പ്രാർത്ഥിച്ചൊക്കെ പോട്ടാ. ഡ്രസ്സ് എടുക്കാൻ പോണേണെന്ന് മോക്ക് സാരി അതുപോലെ മറ്റുള്ളവർക്ക് ഇച്ചിരി ഡ്രസ്സ് അങ്ങനെ എടുക്കണം. ലോങ് വീഡിയോ കുറേ കണ്ട് കമന്റ്സിൽ ഏതാണ്ട് നമ്മളിങ്ങനെ ഒരു വ്ളോഗ്, പൊതുവെ ഞാൻ വ്ളോഗ് ചെയ്യാൻ അത്ര എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ല, മാത്രമല്ല സ്പേസ് ഇഷ്യൂ നന്നായിട്ട് വരുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഇതുവരെ കഴിഞ്ഞതൊക്കെ ശരിക്കും വിരുന്നിൻ്റെ ഒക്കെ എടുത്ത് വെച്ചായിരുന്നു. അതിപ്പോഴും എഡിറ്റ് ചെയ്തിടാൻ പറ്റിയിട്ടില്ല. അപ്പൊ വയ്യാണ്ടിരിക്കണമെന്ന് തോന്നിട്ട് ഈ വീഡിയോയിൽ അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ ഇപ്പൊ ചേച്ചി പറഞ്ഞോണ്ട് പറയാം. അപ്പൊ എനിക്ക് തലവേദന ഉണ്ട്. ഇന്ന് കഷ്ടകാലത്തിന് നല്ല ദിവസങ്ങളിലൊന്നും ആർക്കും ഒരു അസുഖം വരില്ലേന്ന് ഇപ്പൊ പ്രാർത്ഥന. ഇത് ഞാൻ കൊതിച്ചിരുന്നൊരു ദിവസമായിരുന്നു, ഇങ്ങനെ ഷോപ്പിങ്ങിന് പോകണം അങ്ങനെ ഇങ്ങനെയൊക്കെ. പക്ഷെ എനിക്ക് മൈഗ്രെയിൻ ഇത് വർഷത്തിൽ 1-2 വട്ടം എനിക്ക് വരുള്ളൂ. പക്ഷെ വന്ന ദിവസം ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ മരുന്നൊക്കെ ചിരിക്കാൻ ശ്രമിച്ചിട്ടും എനിക്ക് മുഖത്തുനിന്ന് മനസ്സിലാവുന്നുണ്ടെന്ന് തോന്നുന്നു. അപ്പൊ അതുകൊണ്ട് മാത്രം ഉണ്ടോ ഞാൻ ഉള്ളിൽ ഭയങ്കര ഹാപ്പി, പക്ഷെ പുറത്തേക്ക് അത് കാണിക്കാൻ സമ്മതിക്കുന്നില്ല. എന്റെ അല്ലട മോനെ ബാബു നമ്പൂതിരി. ഹായ്, വളരെ സന്തോഷമുള്ള ഒരു ദിവസമാണ്. ഞങ്ങൾ ആഗ്രഹിച്ച ഓരോ വർഷങ്ങളായിട്ട് ആഗ്രഹിച്ചിരുന്നായിരുന്നു. അപ്പോൾ ഇന്ന് നമുക്ക് സാധിക്കുമെന്ന് അവരോട് പോയിട്ട് എൻഗേജ്മെൻറ്റിനുള്ള ഡ്രസ്സൊക്കെ എടുത്തിട്ട് വരാമെന്ന് വിചാരിക്കുന്നു. അവരോട് വരാമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ സൗകര്യം കൂടി ഇറങ്ങുന്നു. ഇന്ന് നോക്കാം. മാറും. അപ്പം നമ്മൾ വീട്ടിൽ ഓൺലൈൻ പർച്ചേസസ് വളരെ കുറവാണ്. ഈ പ്രൊഡക്ട്സ് ഒക്കെ അല്ലാണ്ട് ഡ്രസ്സും ചെരുപ്പ് പോലുള്ള സാധനങ്ങൾ നമ്മൾ കൂടുതലും പുറത്തു പോയി തന്നെ വാങ്ങുന്നത്. അതിലേറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഞങ്ങളുടെ ഡെയിലി ലൈഫായിട്ട് ഏറ്റവും കണക്റ്റ് ആയിട്ട് കിടക്കുന്ന കടയാണ് പോത്തീസ്. അപ്പോൾ ഈ വണ്ടി ഒരു അടിപൊളി വണ്ടിയാണ്. പോത്തീസ് പോയവർക്ക് അറിയാൻ പറ്റും. കാർ പാർക്കിങ്ങിൻ്റെ അവിടെ നിന്ന് നമുക്ക് അകത്തേക്ക് കയറാനായിട്ട് നടക്കാൻ മടിയുള്ളവർക്ക് അവർ പ്രൊവൈഡ് ചെയ്യുന്ന വണ്ടിയാണ് ചെയ്തിട്ട്. അപ്പോൾ അവിടെ ചെന്ന് കളക്ഷൻ നമ്മൾ ആദ്യം നോക്കുന്ന നേരത്ത് ഒരുപാട് കളക്ഷൻസ് ഉണ്ട് പോത്തീസിൽ, പറയാണ്ടിരിക്കാൻ പറ്റില്ല. റീസണബിൾ പ്രൈസിൽ നല്ല പ്രൊഡക്ട്സ് ഒക്കെ വേണം എന്നുള്ളവർക്ക് പോയത് പ്രൊമോഷനൊന്നും അല്ലട്ടായിരുന്നു. നമ്മളവിടുത്തെ സ്ഥിരം കസ്റ്റമേഴ്സാണ്. അപ്പോൾ ഇതാണ് കേട്ടോ ജയൻ ചേട്ടനാണ് അവിടുത്തെ ചീഫ് സെയിൽസ്മാൻ ആണ്. എനിക്കറിയില്ല അവരുടെ കറക്റ്റ് പോസ്റ്റിൻ്റെ പേരെന്താണെന്ന് പറയാനായിട്ട്. എന്തായാലും ഒരു അടിപൊളി സെയിൽസ്മാനാണെന്ന് തന്നെ പറയാൻ. അത്രയും എക്സ്പീരിയൻസ് ഇവർക്ക് ഈ ഫീൽഡിൽ നിന്ന് വർഷങ്ങളായിട്ടുള്ളതുകൊണ്ട് തന്നെ എങ്ങനെ കസ്റ്റമേഴ്സിനെ ഡീൽ ചെയ്യാമെന്ന് അവരുടെ ടേസ്റ്റ് അനുസരിച്ച് ഗൈഡ് ചെയ്യാനും പറഞ്ഞു തരാനും എല്ലാം അടിപൊളിയായിരുന്നു. പിന്നെ ഇപ്പോൾ ഞാൻ സ്റ്റാർട്ട് മ്യൂസിക്കിൽ ഇട്ടേക്കുന്ന മെറ്റീരിയൽസ് ആണെങ്കിലും അമ്മയാണ് തയ്ക്കുന്നത്, പക്ഷെ എല്ലാം പർച്ചേസ് ചെയ്തേക്കുന്നത് നമ്മൾ പോത്തീസിൽ നിന്നാണ്. അപ്പോൾ ഈ ചേച്ചി രേവതി എന്നാണ് ചേച്ചിയുടെ പേര്. അവിടുത്തെ അത്യാവശ്യം ഹെഡാണ്. എനിക്ക് ആളുടെ കറക്റ്റ് പോസ്റ്റിൻ്റെ ഒരു നെയിം എന്താണെന്നറിയില്ല. നമ്മൾ ഒരുപാട് സഹായിച്ചായിരുന്നു. ഇപ്പോൾ ബില്ലിംഗ് കാര്യത്തിലായാലും അത്രയും ക്രൗഡാണ് അവിടെ. ഏത് ദിവസം പോയാലും അത്യാവശ്യം ആളും തിരക്കൊക്കെ ഉള്ളൊരു ഷോപ്പാണ് പോത്തീസ് എന്ന് പറയുന്നത്. കാരണം അത്രയും നല്ല കളക്ഷനും ഉണ്ട്, അതനുസരിച്ചുള്ള റീസണബിൾ പ്രൈസുമാണ്, സർവീസും അടിപൊളിയാണ്. ഇപ്പോൾ വില കുറഞ്ഞിട്ടുള്ളൊരു ബഡ്ജറ്റ് നമ്മൾ ഇട്ടിട്ട് പോയിക്കെങ്കിൽ അതനുസരിച്ചുള്ള കളക്ഷനിൽ നമുക്ക് കല്യാണ സാരിയും കാര്യങ്ങളെല്ലാം മേടിക്കാൻ പറ്റും. എന്താണെങ്കിലും പോത്തീസ് ഇങ്ങനെ കുറേ ഫ്ലോസ് അറിയാമായിരിക്കുമല്ലോ പോയവർക്ക്. അത് ബ്രൈഡിനും ഗ്രൂമിനും പറ്റിയതും വീട്ടിലേക്കുള്ളതും കാഷ്വൽ വെയർസും ചെരുപ്പും അതേപോലെ മേളിൽ ഫുഡ് കോർട്ടും അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് അവിടെ തന്നെ ഷോപ്പ് ചെയ്ത് മേളിൽ പോയി ഫുഡൊക്കെ കഴിച്ചിട്ട് വീണ്ടും ഷോപ്പിംഗ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയ സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ഭംഗിയില്ല. അപ്പം നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മൾ 4 പേരാണ് പോയത്. ചേട്ടൻ്റെ അവിടെ നിന്ന് ചേട്ടൻ മാത്രമേ ആണുങ്ങളിൽ നിന്ന് ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ മമ്മിയെ വന്ന 2 ആൻറ്റിമാരും സാൻഡ്രയാണ് വന്നത് കേട്ടോ. അപ്പോൾ ചേട്ടൻ പറയുന്നുണ്ട് ഇഷ്ടമുള്ളത് എടുത്തോ, ബഡ്ജറ്റ് ഒന്നും നോക്കേണ്ടത്. ഇത് എല്ലാവർക്കും ചിലപ്പോൾ അറിയണമെന്നില്ല. ക്രിസ്ത്യൻസിന് മന്ത്രകോടി ചെറുക്കൻ്റെ വീട്ടുകാരാണ് എടുത്തു തരുന്നത്, അങ്ങനെ ഒരു ഇതുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവരാണ് നമുക്ക് ഈ സാരി എടുത്തു തരുന്നത്. അതുകൊണ്ടാണ് മന്ത്രകോടി എടുക്കുമ്പോൾ ചെക്കൻ്റെ വീട്ടുകാരും പെണ്ണിൻ്റെ വീട്ടുകാരും കൂടി പോകണേ. എല്ലായിടത്തും അങ്ങനെ പോകണം എന്നില്ല. ചിലവർ ചെക്കൻ്റെ വീട്ടുകാർ മാത്രം പോയി അവർക്ക് ഇഷ്ടമുള്ള മന്ത്രകോടി എടുക്കുന്നുണ്ട്. ഇന്നിപ്പോൾ കുറേയൊക്കെ മാറി വരുന്നുണ്ട് ഓരോ ഇതും. അപ്പോൾ പെണ്ണിൻ്റെയും കൂടി ഉടുപ്പിച്ച് നോക്കി
അവരുടെ ഇഷ്ടം, പെണ്ണാണല്ലോ അത് എടുക്കേണ്ടതെന്നുള്ള കൺസെപ്റ്റ് വന്ന് അവരുടെ ഇഷ്ടത്തിനായി എടുക്കുന്നത്. പക്ഷേ പൈസ കൊടുക്കുന്നത് ചെക്കൻ്റെ വീട്ടുകാരായിരിക്കുന്നത്. അപ്പോൾ ചേട്ടൻ ഇങ്ങനെ ഇഷ്ടമുള്ളത് എടുത്തോളാൻ പറഞ്ഞ് ഇങ്ങനെ കുറേ പറഞ്ഞായിരുന്നു. നമ്മൾ ലാസ്റ്റ് ഫൈനലൈസ് ചെയ്തത് ആ ഒരു മെറൂൺ ഈ താഴെ കിടക്കുന്ന സാരിയാണ്, ഗോൾഡിൽ ഈ മെറൂൺ ഇത് വരുന്ന കാര്യം. എപ്പോഴും ഒനിയൻ പീലും കാര്യങ്ങളൊക്കെ അഭിപ്രായത്തിൽ ഉണ്ടായിരുന്നെങ്കിലും യൂഷ്വലി ഇപ്പോൾ എല്ലാവരും അങ്ങനത്തെ ഇതാണ് കണ്ടുവരുന്നത്. ഇപ്പോൾ ഒരു വെറൈറ്റിക്ക് വേണ്ടി പിന്നെ നേരിട്ട് കണ്ടപ്പോൾ എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെട്ടത് ഇതായതുകൊണ്ട് നമ്മൾ ആ സാരിയെ ഫൈനലൈസ് ചെയ്ത് അതിനുശേഷം ടോപ്പ് ഫ്ലോറിൽ പോയി 5th ഫ്ലോറിൽ പോയി നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. പോത്തീസിനുള്ള ഏറ്റവും വലിയൊരു എന്താ പറയുക ഒരു സൈഡായിട്ടുള്ളൊരു ഗുണവും കൂടിയാണ് നമുക്ക് പർച്ചേസിൻ്റെ ഇടയ്ക്ക് വിശപ്പ് വന്നാൽ മേളിൽ ഫുഡ് കോർട്ടിൽ പോയി ഫുഡ് കഴിച്ച് വീണ്ടും താഴെ വന്ന് ഷോപ്പിംഗ് കണ്ടിന്യൂ ചെയ്യാമെന്നുള്ളത്. അപ്പോൾ അതിനുശേഷം അവർ പിരിഞ്ഞു. കാര്യം ബാക്കിയുള്ള ഷോപ്പിങ്ങൊക്കെ നമ്മൾ ഇൻഡിവിജ്വലി ചെയ്താൽ മതിയല്ലോ. അപ്പോൾ ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് എല്ലാ കാര്യങ്ങളും നല്ല ഭംഗിയായിട്ടൊരു തടസ്സമോ മുടക്കമോ ഒന്നും ഇല്ലാണ്ട് എല്ലാം ഓരോ ഫംഗ്ഷനായിട്ട് ക്ലിയർ ആവുന്നുണ്ട്. അതുപോലെ ചേട്ടനെ പറ്റിയാണെങ്കിലും ഫാമിലിനെ പറ്റിയാണെങ്കിലും പറയാം, ഒരു പുതിയ ആൾക്കാർ പുതിയതായിട്ട് പൊരുത്തപ്പെടണം, പരിചയപ്പെടണം, അങ്ങനെ ഒന്നുമില്ല. എന്താണോ നമ്മുടെ ഫാമിലി എക്സാക്റ്റ് അതിൻ്റെ തന്നെ ഒരു വേറെ വേർഷൻ എന്ന് പറയാം. എല്ലാവരും ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് നിങ്ങളെപ്പോലെ തന്നെ കുടുംബക്കാരെ എവിടെ നിന്ന് കിട്ടിയെന്ന്. അത്ര ഇടപഴകാനാണെങ്കിലും വളരെ എന്താ പറയുക വലിയ അടിച്ചുപൊളിയല്ല. ഇന്നത്തെ തലമുറയുടേതായ ഒരുപാട് കാര്യങ്ങളൊന്നുമില്ല. ശാന്തശീലമായിട്ടുള്ള ചേച്ചിയുടെ തന്നെ ഒരു പക്ക മെയിൽ വേർഷൻ എന്ന് പറയാം. അപ്പോൾ അതിൻ്റെ സന്തോഷം നമുക്ക് എല്ലാവർക്കും ഉണ്ട്. നമുക്ക് ഈസി ആയിട്ട് പൊരുത്തപ്പെട്ടു പോകാനും ഇന്ന് വരെ പറ്റിയിട്ടുണ്ട് കേട്ടോ. ഇനി നാളത്തെ കാര്യം ഫ്യൂച്ചർ എന്താവുന്നൊന്നും നമുക്കറിയില്ല, അതൊക്കെ ദൈവത്തിൻ്റെ കയ്യിലാണ്. ഇതുവരെയുള്ള കാര്യം പറഞ്ഞിട്ട് അപ്പോൾ അതിനുശേഷം നമ്മൾ പിരിഞ്ഞ് അവരുടെ ഷോപ്പിംഗ് ആയിട്ട് പോയി നമ്മൾ നമ്മുടെ ആൻറ്റിമാർക്ക് വേണ്ടി സാരി എടുക്കുന്ന കാര്യങ്ങളും പപ്പയുടെ അമ്മയുടെയും വെഡ്ഡിങ് ഡ്രസ്സും എൻഗേജ്മെൻറ്റ് ഡ്രസ്സൊക്കെ ഉണ്ട് പിന്നെ നമ്മൾ ഫോക്കസ് ചെയ്ത്. പിന്നെ നമ്മുടെ എൻ്റെയും ചേച്ചിയുടെയും വെഡ്ഡിങ്ങും എൻഗേജ്മെൻറ്റ് ഡ്രസ്സൊക്കെ നമുക്ക് ഓരോ പേജ് പ്രൊമോഷന് വേണ്ടി ആദ്യമേ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് സെറ്റാക്കിയേക്കുന്നത്. അപ്പോൾ അതിൻ്റെ വർക്കൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോ ഡിസൈനൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. എങ്ങനെ ആവും എന്നുള്ളത് ഞാനങ്ങനെ ഇന്ന് വരെ ഡിസൈൻ പറഞ്ഞൊരു ഡ്രസ്സ് ഇതുവരെ ചെയ്യിപ്പിച്ചിട്ടില്ല. അപ്പോൾ എന്നാലും അത് നോക്കുന്നുണ്ട്. അപ്പോൾ കളർ കോഡ് നമ്മൾ പ്ലാൻ ചെയ്തേക്കുന്നത് ചേച്ചിയുടെ കല്യാണത്തിന് നമ്മൾ മെറൂൺ, ഫാമിലി നമ്മൾ 3 പേരും മെറൂൺ, എൻഗേജ്മെൻറ്റിന് നമ്മൾ ഓഫ് വൈറ്റ് എന്നുള്ളൊരു ഡ്രസ് കോഡൊക്കെയാണ് പ്ലാൻ ചെയ്ത് വെച്ചത്. അപ്പോൾ അതനുസരിച്ചാണ് ആദ്യം അമ്മയിൽ നിന്ന് തുടങ്ങാമെന്ന് ഓർത്ത്. കാര്യം അമ്മയ്ക്കാണ് ഡ്രസ്സ് ഇഷ്ടപ്പെടാൻ കുറച്ച് സാധ്യത, പുറകയിലേക്കുള്ള ആൾ. ഞാനും പപ്പയ്ക്ക് ഏത് കളറാണെങ്കിലും നമ്മൾ ഓക്കെ ആയിട്ടുള്ള ആൾക്കാരാണ്. പക്ഷെ അമ്മയ്ക്ക് എല്ലാ കളറും അങ്ങനെ ഇഷ്ടപ്പെടുന്ന ഒരാളല്ല. അപ്പോൾ അമ്മയുടെ ഒരു സെലക്ഷനിലാണ് നമ്മൾ മെറൂണും ഓഫ് വൈറ്റൊക്കെ സെറ്റാക്കിയത്. ഞാൻ പോലും വിചാരിച്ചില്ല ഇത്രയും ഭംഗിയുണ്ടാവും. എനിക്കെന്തായാലും ഇവർ രണ്ടുപേരും ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടോ. ജയൻ ചേട്ടനാണെങ്കിലും രേവതി ചേച്ചിനാണെങ്കിലും ഭയങ്കര എന്താ പറയുക നമ്മുടെ കൂടെ നിന്ന് അത്രയും സപ്പോർട്ട് ചെയ്ത്. പിന്നെ ആ ഫ്ലോറിൽ നിന്ന് നമ്മൾ താഴത്തേക്ക് വന്നു. ഓരോ ഫ്ലോറിലെത്തുമ്പോൾ നമ്മളെ ടേക്ക് കെയർ ചെയ്യുന്നവരും മാറുമല്ലോ. അതിന് ശേഷം ഇവിടെ നിന്നും വന്ന് നോക്കി മെറൂൺ കളർ സാരി ഏതെങ്കിലും സെറ്റ് ആവുമോ എന്ന് നോക്കിയിട്ട്, കാരണം അതിൻ്റെ ചില വർക്കുകൾ അമ്മയ്ക്ക് അത്ര ഓക്കെ ആവാത്തതുകൊണ്ട് അത് നമ്മൾ മാറ്റിയായിരുന്നു. അങ്ങനെ ഒരുപാട് നമ്മൾ നോക്കിയിട്ടോ. കുറേ കളക്ഷൻസ് ഉണ്ട്. ഞാൻ ഇപ്പോഴും പറയാണ്, വേണം എന്നുള്ളവർ ജസ്റ്റ് ഒന്ന് വന്നൊക്കെ നോക്കുക. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബഡ്ജറ്റ് അനുസരിച്ച് നമുക്ക് ഇവിടെ നിന്ന് സെലക്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ എനിക്ക് കൂടുതലും പോത്തീസിൽ സാരീസിൻ്റെ കളക്ഷൻ ഉള്ളവരുണ്ട്. സാരീസും മറ്റേ സെക്കൻഡ് ഫ്ലോറിലുള്ള മെറ്റീരിയൽസും, ഇത് രണ്ടുമാണ് എനിക്ക് ഏറ്റവും കൂടുതൽ തോന്നിയത്. ഫസ്റ്റ് ഫ്ലോറിലെ സാരീസും ഗ്രൗണ്ട് ഫ്ലോറിലെ സാരീസും അതേപോലെ സെക്കൻഡ് ഫ്ലോറിലെ മെറ്റീരിയൽസുമാണ് എനിക്ക് പേഴ്സണലി ഏറ്റവും അട്രാക്റ്റീവായിട്ട് തോന്നിയത് ഇവിടുത്തെ. പിന്നെ ആണുങ്ങളുടെ ഒരിതും എനിക്ക് വെസ്റ്റേൺ വേഴ്സിൽ അത്രയും കളക്ഷൻ ഉള്ള പോലെ പേഴ്സണലി തോന്നിയിട്ടില്ല. അപ്പോൾ ലാസ്റ്റ് ഇതാണ് എൻഗേജ്മെൻറ്റിന് വേണ്ടിയിട്ട് നമ്മൾ എടുക്കാൻ പ്ലാൻ ചെയ്തേക്കുന്ന സാരി. മേ ബി ഇതാണ്, അല്ലെങ്കിൽ ചിലപ്പോൾ അമ്മയ്ക്ക് പട്ട് സാരിനോട് ഇതുള്ളതുകൊണ്ട് ചിലപ്പോൾ ഒരെണ്ണം കൂടി പട്ട് സാരി പോലെ എടുക്കുമായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇത് മേ ബി ആൾ ചുരിദാറായിട്ടൊക്കെ തയ്ക്കുമായിരിക്കും കേട്ടോ. എന്തായാലും ഫോണിൽ കാണുന്ന പോലെ അല്ല കേട്ടോ, ഉടുത്തതിനപ്പോൾ ഭയങ്കര ഇഷ്ടപ്പെട്ടത് കണ്ടിട്ട്. അതിന് ശേഷം മെറൂണിൻ്റെ ഒരിത് ഈ സംഭവമാണ്, ഈ സാരിയാണ് ആളെടുത്തേക്കുന്നത്. ഇതും നല്ല രസമുണ്ടായി ഉടുത്തതിന് വന്നപ്പോൾ. എന്താ പറയുക, നല്ല തിളങ്ങിയിരിക്കണേ. അമ്മച്ചി ഇങ്ങനത്തെ ഒന്നും എടുക്കാത്ത ആളാണ്. അപ്പോൾ എനിക്ക് ഇങ്ങനത്തെ മെറ്റീരിയൽ അമ്മച്ചി ട്രൈ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. ആൾ പൊതുവേ അങ്ങനെ സമ്മതിക്കാറില്ല, എന്തോ ഈ പ്രാവശ്യം സമ്മതിച്ചു പോയി എന്നൊക്കെ, അതുകൊണ്ട് ഇഷ്ടപ്പെട്ടിരുന്നു. അപ്പോൾ ആളെടുത്തപ്പോൾ എനിക്ക് അത്രയും ഇഷ്ടപ്പെട്ടപ്പോൾ ഞാനൊന്ന് ട്രൈ അടിച്ച് നോക്കാം കേട്ടോ. വേറെ ഡിസൈൻ വരുന്നവരെ അത്രയും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് തന്നെ ഞാനും വെഡ്ഡിങ്ങിൽ എടുത്താലോ എന്ന് പറഞ്ഞത്. അപ്പോൾ ഒരേ കളറും ആവും, ഒരേ മെറ്റീരിയലൊക്കെ ആവുമല്ലോ. പക്ഷേ പിന്നെ പിന്നീടാണ് ഞാൻ ആ പ്രൊമോഷൻ വഴിയാണ് നമുക്ക് ഉടുപ്പ് വന്നേന്നുള്ള കാര്യത്തിനെ പറ്റി ഓർത്തേന്നൊക്കെ. അങ്ങനെ ഇത് നമ്മൾ ക്യാൻസൽ ചെയ്തത്, ഞാൻ എടുത്തില്ലായിരുന്നു, വേറൊരു കളർ സാരി എടുത്തത്. അതിന് ശേഷം പിന്നെ വൈകുന്നേരം കഴിക്കേണ്ട സമയമായപ്പോൾ ജസ്റ്റ് പോപ്കോണും ചായയും ഒരു നെയ് റോസ്റ്റ് ഷെയർ ചെയ്തൊക്കെ കഴിച്ച്
അങ്ങനെ അതങ്ങോട്ട് കഴിഞ്ഞ്. ഇനി നമ്മൾ പപ്പയുടെ സെറ്റിലേക്കാണ് കേട്ടോ പോകാൻ പോകുന്നത്. അതും പോത്തീസിൽ തന്നെ ഉള്ളതുകൊണ്ട് വേറെ എങ്ങും പോകേണ്ടി വന്നില്ല. പപ്പ നല്ല ക്രിസ്റ്റൽ ക്ലിയറാണ് എന്ത് ഡ്രസ്സ് എടുക്കണം എന്നുള്ള കാര്യത്തിൽ. വേറെ കൺഫ്യൂഷൻസോ അഭിപ്രായം മാറ്റലോ ഒന്നുമില്ല. ജുബ്ബയും പാൻറ്റും ആണ് എൻഗേജ്മെൻറ്റിനെന്ന് പപ്പ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ചെന്ന് ഇപ്പോൾ കണ്ട ജുബ്ബ നമ്മൾ ഫൈനലൈസ് ചെയ്തു. പിന്നെ ജുബ്ബ എന്ന് തന്നെയല്ലേ പറയുന്നത്, ചിലർ കുർത്താന്നൊക്കെ പറയുന്നത് കേട്ടിരുന്നുകൊണ്ട് അറിയില്ല കേട്ടോ. അതിനുശേഷം നമ്മൾ പാൻറ്റ് ഈ ഒരു ക്രീം കളർ പാൻറ്റ് തന്നെ, ഓഫ് വൈറ്റ് ആണ് ഉദ്ദേശിച്ചത്, പക്ഷേ എക്സാക്ട് കളർ നമുക്ക് കിട്ടിയില്ല പാൻറ്റിൽ. അപ്പോൾ സൈസ് അഡ്ജസ്റ്റ് ചെയ്യുന്ന രീതിയിൽ ഓൾമോസ്റ്റ് സെറ്റാകുന്ന രീതിയിൽ പാൻറ്റും സെറ്റ് ചെയ്തെടുത്ത് അങ്ങനെ നമ്മൾ ഭംഗിയായിട്ട് അവരുടെ രണ്ടുപേരുടെ ഷോപ്പിങ്ങിൻ്റെ ഇത് കഴിഞ്ഞു. ഇനി അമ്മയ്ക്കൊരു സാരി ആക്ച്വലി പെൻഡിങ് ഉണ്ട്. കാര്യം ഉദ്ദേശിച്ച പോലെ ആ ഒരു മെറ്റീരിയൽ അല്ല അമ്മ പട്ടിൻ്റെ ഒരു സാരി ഉദ്ദേശിച്ചിരുന്നത്. അപ്പോൾ ജയലക്ഷ്മിയിൽ പോയിട്ട് അതൊന്നും കൂടി നോക്കണം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അതിനുശേഷം പിന്നെ പപ്പയുടെ വെഡ്ഡിങ്ങിന് മറ്റേ മെറൂൺ ആണല്ലോ എടുത്തത്. അപ്പോൾ അതെന്തായാലും ഫൈനലൈസ് ചെയ്തുകൊണ്ട് തന്നെ ആ മെറൂൺ സാരിക്ക് മാച്ചായിട്ടുള്ള ഷർട്ടാണ്. കുറേ തപ്പേണ്ടി വന്നു. നമുക്കിങ്ങനെ സ്ക്രീനിൽ കാണുമ്പോൾ പല കളേഴ്സും മാച്ചിങ് ആണല്ലോ എന്നൊക്കെ തോന്നും. പക്ഷെ അങ്ങനെയല്ല, അടുത്ത് പോകുമ്പോൾ ഒരുപാട് വ്യത്യാസമുണ്ട്. അത് ചെറിയോരോ ഷെയ്ഡിനാണെങ്കിലും ആ ഡിഫറൻസ് നമുക്ക് വല്ലാണ്ട് തോന്നിക്കണം. അങ്ങനെ സെയിൽസ്മാനൊക്കെ തപ്പി മടുത്ത് അവർ സുല്ലിട്ട് പോയപ്പോൾ എന്നാൽ ഇനി ഞാൻ തന്നെ തപ്പാമെന്നും പറഞ്ഞ് താഴെ പോയി ഞങ്ങൾ സാരി എടുത്ത് വന്നിട്ട് വീണ്ടും കറക്റ്റ് എക്സാക്റ്റ് മാച്ചൊക്കെ കണ്ടു. ഇത് അടുത്തേക്ക് വരുമ്പോൾ നമുക്ക് മാച്ചിങ് നല്ല ഡിഫറൻസ് തോന്നുന്നുണ്ട്. അങ്ങനെ കുറേ തപ്പി ലാസ്റ്റ് അലൻസോളിയിൽ നോക്കിയപ്പോൾ കിട്ടി. ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ, പല ബ്രാൻഡ്സിൻ്റെ ഇവിടെ ഉണ്ട്. അങ്ങനെ അത് കിട്ടിയപ്പോൾ ഡ്രസ്സൊക്കെ ഇത് ചേച്ചിയുടെ വകയായിരുന്നു. ഇപ്പം ഇന്ന് നമ്മൾ പർച്ചേസ് ചെയ്ത മന്ത്രകോടി ചേട്ടൻ്റെ വകയും പപ്പയുടെ അമ്മയുടെ ഡ്രസ്സെല്ലാം ചേച്ചിയുടെ വകയായിരുന്നു കേട്ടോ. അപ്പം ഇത്രയാണ് നമ്മൾ അവിടെ നിന്ന് ഷോപ്പ് ചെയ്തത്. അടിപൊളി ഒരു ദിവസമായിരുന്നു. മനസ്സിന് ആഗ്രഹിച്ച പോലെ ഇണങ്ങിയ പോലെ തന്നെ സാധനങ്ങളൊക്കെ കിട്ടി. അതിൻ്റെ ഒരു സംതൃപ്തി നമ്മുടെയൊക്കെ മുഖത്ത് കാണാനുണ്ടെന്ന് ഇപ്പോൾ വരും കേട്ടോ. ഇതാണ് സംതൃപ്തി എന്ന്. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ വീണ്ടും നമ്മൾ ആരാണോ കൊണ്ടാക്കിയത് അതേ സർവീസ് വണ്ടി തന്നെ കയറിന്ന് പോയിട്ട് ഈ യാത്രയാണ് ഏറ്റവും ഇഷ്ടം. ഈ വണ്ടി കയറിയിട്ടുള്ളവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും. ഇതൊരു പ്രത്യേക തരം വണ്ടിയാണെന്നൊക്കെ. അങ്ങനെ ഹാപ്പി ആയിട്ട് നമ്മുടെ ഷോപ്പിംഗ് ഡേ നമ്പർ 1 കഴിഞ്ഞു. ഒരുപാട് ഷോപ്പിംഗ് ഉണ്ട്. ഒരു കല്യാണമൊക്കെ വരുമ്പോഴേ നമ്മൾ ഓർക്കുന്നത് ഇത്രയും സാധനങ്ങൾ വാങ്ങി, ചെരുപ്പും കാര്യങ്ങളും തലേദിവസത്തെ ഡ്രസ്സും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വാങ്ങാനായിട്ട് മാച്ചിങ് ആയിട്ടുള്ള ജുവൽസ് ഓർണമെൻറ്റ്സ് ഒക്കെ. അപ്പോൾ എന്തായാലും ആദ്യത്തെ ദിവസം നല്ല ഭംഗിയായിട്ട് കഴിഞ്ഞു. എല്ലാം ഇതേപോലെ ഭംഗിയാവാൻ നിങ്ങളുടെയും പ്രാർത്ഥന വേണം കേട്ടോ. താങ്ക് യു.